ആദ്യം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയത്. കോഴിക്കോട്ട് 75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചൊരു കെട്ടിടം എങ്ങനെയാണ് സർക്കാരിൻ്റെ KSRTCയുടെ അനാസ്ഥയിൽ ഈ അഴിമതിയിൽ എങ്ങനെയാണ് 160 കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ്. 75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു. ഇപ്പോൾ 160 കോടി രൂപയുടെ ബാധ്യതയായി KSRTC ടെർമിനലിന്. മാത്രവുമല്ല, ടെർമിനലിന് ഇപ്പോൾ ഒരു ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നു. പരിഹരിക്കാൻ ഇനി വേണ്ടത് 30 കോടി രൂപ കൂടി വേണം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കെട്ടിടം കരാറുകാർക്ക് കൈമാറാൻ സാധിക്കൂ. സാമ്പത്തിക ബാധ്യത മൂലം അറ്റകുറ്റപ്പണി നടത്താനാകില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആ കെട്ടിടം ഇനി എന്തു ചെയ്യും? അവിടെ ചിലവാക്കി 75 കോടി ആരുടെ പണം? ആ ബാധ്യതയായി ഇനി അടയ്ക്കേണ്ട 160 കോടി ആരുടെ നികുതി പണം, ആരുടെ വീർപ്പിന്റെ പണം? ഇതാണ് ചോദ്യം. 75 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് മദ്രാസ് IITയുടെ കണ്ടുപിടുത്തം. ഈ ബലക്ഷയം തീർക്കാൻ ഇനിയും വേണം 30 കോടി. മൊത്തം ചെലവ് 105 കോടിയായി ഉയരും. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മദ്രാസ് IIT പഠനം നടത്തി അന്തിമ റിപ്പോർട്ട് ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ കൈമാറിയിരുന്നു. ബലക്ഷയം പ്രതീക്ഷിച്ചതിലും അധികമാണെന്നായിരുന്നു IIT റിപ്പോർട്ട്. കെട്ടിടത്തിന്റെ 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണം. 29.60 കോടി രൂപ ഇതിനായി ചെലവ് വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓരോ തൂണിലെയും വിള്ളലുകൾ അടയ്ക്കണം. സിമന്റും നിശ്ചിത മിശ്രിതങ്ങളും ചേർത്ത് തൂണിനുള്ളിലേക്ക് നിറയ്ക്കേണ്ടി വരും. കെട്ടിടത്തിന്റെ അരികിലുള്ള ഭാഗത്തിന് ബലമില്ലാത്തത് തൂണുകളെ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തൂണുകളുടെ കോൺക്രീറ്റും കമ്പികളുടെ ഉറപ്പുമെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ടെർമിനലിന്റെ പൈലിങ്ങിന്റെ ബലവും പഠനവിധേയമാക്കി. ബലക്ഷയം പരിഹരിക്കാൻ 30 കോടി ചെലവാക്കാനാകില്ലെന്നും കരാറുകാർ തന്നെ അറ്റകുറ്റപ്പണി നടത്തട്ടെ എന്നുമാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അറ്റകുറ്റപ്പണി നടത്താതെ കെട്ടിടം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് അലിഫ് ബിൽഡേഴ്സ്. എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയ ബിൽഡേഴ്സിനെയോ പ്ലാൻ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനെതിരെയോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.